മീരെ എന്ത് പറ്റി? ഒന്നുമില്ല. സുഖമില്ലേ? ഡോക്ടറെ വിളിക്കണോ? What happened, Meera? നിനക്ക് എന്ത് പറ്റി മോളെ? നിനക്ക് എന്ത് പറ്റി? എന്താണെങ്കിലും എന്നോട് പറയും. അവൻ പോയാൽ നീ എന്തിനാ വിഷമിക്കുന്നത്? അവൻ എവിടെ നിന്ന് വന്ന ഒരു ഡ്രൈവർ, അവൻ പോയാൽ മറ്റൊരു ഡ്രൈവർ. ഇല്ല ചേട്ടാ, ബേബി പോകാൻ പാടില്ല. ഞാനും ബേബിയും തമ്മിൽ സ്നേഹത്തിലാണ്. അതെ ചേട്ടാ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് തമ്മിൽ പിരിയാനാവില്ല. No, it's quite impossible. It should be possible. ഞാൻ ഗർഭിണിയാണ്. ബേബിയുടെ കുഞ്ഞ് എന്റെ എല്ലാ സങ്കല്പങ്ങളും ഒരു നിമിഷം കൊണ്ട് നീ തകർത്ത് കളഞ്ഞലോടി. കുരുന്ന പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. കൈക്കുഞ്ഞായിരുന്നു നിന്നെ ഈ നെഞ്ചിലെ ചൂടും കുളിരും കൊടുത്താണല്ലേ ഞാൻ വളർത്തിയത്. എന്നിട്ടാ നീ ഏതോ ഒരു ചെണ്ടിയുടെ കൂടെ. നിന്നെക്കുറിച്ചുള്ള 100 സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത്. നിനക്കറിയാമോ, ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് നിന്നോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാണ്. ആ നീ മോക്ക് വേദനിച്ചു. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ.
ഹലോ, കവളപ്പാറ എസ്റ്റേറ്റ് അല്ലേ? ആ മോഹൻദാസ് ഫ്രം വെസ്റ്റേൺ ഇന്ത്യ. പിന്നെ അവിടെ ബേബി എന്നൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ശരി, ഒന്നുമില്ല. ഹലോ, പാമ്പനാർ എസ്റ്റേറ്റ് അല്ലേ? അവിടെ ബേബി എന്ന പേരുള്ള ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഹലോ, കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റ് അല്ലേ? ഈപ്പച്ചാനാണോ? ആ, ഞാൻ മോഹൻദാസാ. പിന്നെ അവിടെ ബേബി എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പൊ അവിടെ ഉണ്ടോ? ശരി, ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഒന്ന് കാണുമായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ബേബി, ഞാൻ നിന്നെ തേടി നടക്കായിരുന്നു. വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വരണം. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും നിങ്ങൾ പറയുമ്പോൾ പോവാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടമൊന്നുമല്ല. ബേബി, എന്റെ കുടുംബത്തിന്റെ അന്തസ്സും എന്റെ പെങ്ങളുടെ ജീവിതം നിന്റെ കയ്യിലാണ്. മീര ഗർഭിണിയാണ്. നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. എന്റെ കുഞ്ഞ്? വലിയ വീടുകളിലെ പെൺപിള്ളേർക്ക് വിവാഹം കഴിയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്റെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീ ആയതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഗതികേട് എനിക്കുണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വേറെയും ഡ്രൈവർമാരോട് ജോലിക്ക് നിന്നിട്ടുണ്ടല്ലോ. അവരെ കൂടെ കണ്ടിട്ട് പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത തരാൻ തീരുമാനിച്ച പോരെ. എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കണോ പട്ടി? സാർ,
യെസ്, ഡോക്ടർ സുഭദ്ര ഹിയർ. ഞാൻ ആന്റി മോഹൻ. ആ, എന്തുണ്ട് വിശേഷങ്ങള്? ഞാൻ നാളെ മീരുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ കാര്യം? അത് ഞാൻ അവിടെ വന്നിട്ട് പറയാം. ആന്റി ഹോസ്പിറ്റലിൽ കാണില്ലേ? ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തും.